സൗദിക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ തകർത്തതായി സൗദി അറേബ്യൻ പ്രതിരോധ സേന പറഞ്ഞു. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. UAE പ്രസിഡന്റുമായി സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനം മടക്കിക്കൊണ്ടുവരണമെന്ന് UAE പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് അവിടുത്തെ ആഘോഷങ്ങളെക്കുറിച്ച് പറയാൻ ജലീൽ കണ്ണമംഗലം ചേർന്നു. ജലീൽ, ചെറിയ പെരുന്നാൾ ആഘോഷം സൗദിയിലും നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈദ് മുബാറക്. എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ? അത് കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. വിവരങ്ങൾ SKN പെരുന്നാൾ ആശംസകൾ. സാധാരണ പോലെ ആഹ്ലാദപൂർവ്വം പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ളത്. പെരുന്നാൾ ആഘോഷത്തിനിടയിലും ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി. ഇന്നലെ രാത്രിയും 12-ലധികം തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ സൗദിക്ക് നേരെ ഉണ്ടായി. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. കിഴക്കൻ പ്രവിശ്യക്ക് നേരെയാണ് കഴിഞ്ഞ രാത്രി കൂടുതലായും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പല പ്രവാസികൾക്കും ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് വരാനായിട്ടില്ല. പ്രധാന കാരണം പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുമോ എന്ന ആശങ്കയാണ്. 4 ദിവസത്തെ പെരുന്നാൾ അവധിയും വാരാന്ത്യ അവധിയും എല്ലാം ചേർത്ത് 1-2 ആഴ്ചകൾക്ക് നാട്ടിൽ പോയി പെരുന്നാൾ ആഘോഷിക്കുന്ന നിരവധി പ്രവാസികൾ ഉണ്ടായിരുന്നു. അവരിൽ കൂടുതൽ പേരും ഇത്തവണ നാട്ടിലേക്ക് പോയിട്ടില്ല. വിമാന സർവീസുകളുടെ കുറവും ഉള്ള സർവീസുകളുടെ അമിതമായ ടിക്കറ്റ് നിരക്കും എല്ലാം യാത്ര മാറ്റിവെക്കാൻ കാരണങ്ങളാണ്. എന്നാൽ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. ഈദ്ഗാഹുകൾ ഒഴിവാക്കാൻ ഇസ്ലാമിക കാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പാണ് ഇതിന് കാരണമായി പറയുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഔദ്യോഗികമായ പെരുന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പെരുന്നാൾ വിപണി എന്നാൽ പഴയ പോലെ സജീവമല്ല എന്ന നിരാശ വ്യാപാരികൾക്കുണ്ട്. ചുരുക്കത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിലും രാജ്യം വലിയൊരു സുരക്ഷാ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സൗദിയുടെ ശ്രമങ്ങൾ ഇനിയും തുടരുമെന്നാണ് ഭരണാധികാരി സൽമാൻ രാജാവ് തന്റെ ഈദ് സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. നിലവിലെ കടുത്ത സാഹചര്യം കൂടി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോക മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നത്. ഇതുവരെ മധ്യമേഖലയിലും കിഴക്കൻ മേഖലയിലുമായിരുന്നു ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചതെങ്കിൽ എന്നാൽ ഇപ്പോൾ സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഏറെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. മദീന പ്രവിശ്യയിലെ ചെങ്കടൽ തീരത്തെ യാംബുവിനെ ലക്ഷ്യം വെച്ച് ഇന്നലെ ആക്രമണമുണ്ടായി. യാംബു തുറമുഖത്തിന് നേരെ വന്ന മിസൈലുകൾ തകർത്തെങ്കിലും അവിടുത്തെ എണ്ണ ശുദ്ധീകരണശാല സാംറഫിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക നട്ടെല്ലിനെ തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുന്നത്. ലോകത്തെ എണ്ണ വിപണിയെ തന്നെ അസ്ഥിരപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് യാംബു തുറമുഖത്തിന് നേരെയുള്ള ആക്രമണത്തിന് വലിയ തന്ത്രപരമായ ലക്ഷ്യമുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ പ്രതിസന്ധികൾ ഉണ്ടായ സാഹചര്യത്തിൽ സൗദി അറേബ്യയുടെ ചരക്ക് നീക്കത്തിന് വലിയൊരു ബദൽ മാർഗമായി രാജ്യം കാണുന്നത് ഈ ജിദ്ദയിലെയും യാംബുവിലെയും ഒക്കെ തുറമുഖങ്ങളെയാണ്. ഈ നീക്കം തകർക്കുക എന്നത് ഈ ആക്രമണത്തിന്റെ ലക്ഷ്യമാണ്. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള എണ്ണ പടിഞ്ഞാറൻ തീരത്തേക്ക് എത്തിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള സൗദിയുടെ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുക എന്നതുകൂടി ഇതിന്റെ ലക്ഷ്യമാണ്. ഏതായാലും ജനവാസ മേഖലകളിലും ആക്രമണങ്ങൾ എത്തുന്നു എന്നത് പ്രവാസികൾ അടക്കമുള്ളവരിൽ വലിയ പേടിയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം റിയാദിലെ ഒരു ജനവാസ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ച് 4 പ്രവാസികൾക്ക് പരിക്കേറ്റിരുന്നു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ അതീവ ജാഗ്രതയിലാണ്. ഇന്ത്യൻ എംബസിയും സൗദിയിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം ആവർത്തിച്ച് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും കുവൈത്ത് അമീർ മിഷാൽ അഹമ്മദ് അൽ സബാവും കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ മേഖലയിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഓക്കെ, ജലീൽ കണ്ണമംഗലാണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ വിജയൻ പറയുന്നു, ഇന്നെങ്കിലും എൻ്റെ ഒരു സന്ദേശം വായിക്കണം, ഇന്ന് ചെറിയ പെരുന്നാളായിട്ട്, അല്ലെങ്കിൽ ഞാൻ പിണങ്ങിക്കളയും എന്നാ വിജയൻ പറയുന്നത്. ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ വന്ന് ഈദ് ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈദ് മുബാറക്. വീണ്ടും നമ്മൾ ഒന്ന് ദുബായിലേക്ക് പോവുകയാണ്. UAEയുടെ ചില ഭാഗങ്ങളിലൊക്കെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നൊക്കെ മലയാളികൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് റഗീസ് ചേരുന്നു. റഗീസ്, ശരിക്കും ഈ ചെറിയ പെരുന്നാളിലും ആക്രമണോത്സുകത മാറുന്നില്ല. ഈ UAEയുടെ ആകാശത്തൊക്കെ തന്നെ ചില പ്രതിരോധങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? വിവരങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മിനിറ്റ് മുൻപ് മാത്രം അലേർട്ട് സന്ദേശം ലഭിച്ചിട്ടുണ്ട് യുഎഇയിൽ ഇപ്പോൾ അതായത് ഈ ചെറിയ പെരുന്നാൾ നമസ്കാരം നടക്കുന്ന സമയത്തും ആക്രമണത്തെ ചെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ കാര്യമായ ആക്രമണം നടത്തുന്നുണ്ട്, അതിനെ ചെറുക്കുകയാണ് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ പുറത്തുവരികയാണ്. നേരത്തെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാര്യമായിട്ടുള്ള ആക്രമണം UAE കേന്ദ്രീകരിച്ചുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചെ തന്നെ ആക്രമണം ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വന്ന ഈ അലേർട്ടിലുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആ നിലയിലേക്ക്
രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഈ പെരുന്നാൾ നമസ്കാരം നടക്കുന്ന സമയമായതിനാൽ തന്നെ വലിയ ആശങ്ക എന്തായാലും ഉണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നേരത്തെ ഈദ്ഗാഹുകളൊക്കെ ഒഴിവാക്കിയത്. UAE പ്രധാനമായിട്ടും ഈ ഹിസ്ബുള്ള അംഗങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ സമയത്തൊക്കെ ഉണ്ടായ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരം. വാണിജ്യ സ്ഥാപനത്തിന്റെ മറവിൽ ലെബനനിലേക്കും ഇറാനിലേക്കും ഹിസ്ബുള്ള ശൃംഖലകൾക്കായി പ്രവർത്തിച്ചു എന്ന കേസിലാണ് ഈ ഹിസ്ബുള്ള അംഗങ്ങളെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചു, തീവ്രവാദ ഫണ്ടിംഗ് നടത്തി തുടങ്ങിയവയാണ് ഇവർക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. 5 പേരെയാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. അത് ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം മറ്റ് പല ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും ഹിസ്ബുള്ള ഭീകരരെയൊക്കെയും പിടികൂടിയിരുന്നു. എന്നാൽ UAE-യിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ആളുകളെ പിടികൂടുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 3-ാം തവണയെ ഇന്നലെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഇന്നലെ രാത്രി ഇവർ തമ്മിലുള്ള സംഭാഷണം ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ, ഒപ്പം തന്നെ സ്ഥിരത നിലനിർത്താൻ, ഈ പരമാധികാരത്തിനെതിരായിട്ടുള്ള അറ്റാക്കിനെ കൗണ്ടർ ചെയ്യാൻ അതിന് അമേരിക്ക പൂർണ്ണമായിട്ടും UAE-ക്ക് പിന്തുണ നൽകി എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ നിലവിൽ തുടരുന്ന സാഹചര്യങ്ങളിൽ UAE അമേരിക്കയോട് ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എണ്ണപ്പാടങ്ങളിലേക്ക് ആക്രമണം കടന്നതിനു ശേഷം UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കുറെ കൂടിയൊക്കെ തീവ്രമായിട്ട് ഈ സംഘർഷം അതിൽ അയവ് വരുത്തണം, ആക്രമണങ്ങൾ ചെറുക്കണം എന്നുള്ളത് കുറെ കൂടി തീവ്രമായിട്ട് അവരുടെ ഒരു നിലപാടായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്നലത്തെ ആ ഒരു സംഭാഷണം വളരെ നിർണായകമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കൂടി ഇവർ സംസാരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രാവിലെ ബഹ്റൈനിൽ സൈറൺ മുഴങ്ങിയിരുന്നു. ഒപ്പം തന്നെ ഖത്തറിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബഹ്റൈനിലും ഖത്തറിലും കുവൈറ്റിലും ഒക്കെ ഈദ്ഗാഹുകൾക്ക് കാര്യമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഏറ്റവും ഒരു സുരക്ഷയോടുകൂടി സമീപകാലത്ത് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമായി കൂടി ഇന്നത്തെ ദിവസം മാറുകയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.